गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि गानचतुराय गानप्राणाय गानान्तरात्मने गानोत्सुकाय गानमत्ताय गानोत्सुकमनसे ब्रह्मज्योति प्रदीप्ताय गुरुर्ज्योति नमोस्तुते गुरुर्ज्योति नमोस्तुते गुरुर्ज्योति नमोस्तुते यं ब्रह्म शब्देन विनिर्दिशन्ति शैवायम् ईशं शिव इत्यबोधजैन सल्श्री अगालेदि च सिक्कसन्दा शास्त्रेदि केचित् कदिचित्त्रयं दे जगदीशितारं स एक एव प्रभुरद्वितीया विश्वान्यज्ञ इळस्पदे समिध्यसे स नो वसुन्याभर संगच्छत्वं संवदत्वं संवो
സർവേശം ശ്രീമഹാഗണപതയേ നമഃ. പുനാദിഭുവനത്രയം കോമളം ഗോജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം സാംഗപദക്രമോപനിഷദൈ ഗായം ദിയം സാമഗ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീമന്മഹാഗണാധിപതയേ നമഃ. ഓം ശ്രീ ലക്ഷ്മീ നാരായണാഭ്യാം നമഃ. വിനിയമനം വിശ്വതേജോഹരാണ തേജസംഹാരി വീര്യം വിമലമവിയശോ നിസ്പൃഹൈചോഹരീരം അംഗാസംഗാ സദാ ശ്രീ അഖില വികസിനാ ഭാവിദേ സംഗവാർത്ത തദ്വാരാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുദ്രാശ്രയോസി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ആദ്യമായി വേണുചേട്ടൻ ജീവൻ ജയിക്കാൻ പോകും. അടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ്. അടുത്തതായിട്ട് കരയോഗം പ്രസിഡന്റ്.
ഈശ്വര പ്രാർത്ഥന. ചന്തം ചുരത്തുന്ന ചാരുമൂത്തേ മണ്ടരിക്കുള്ളിലും മാമലയ്ക്കുള്ളിലും സ്പന്ദനം കൊള്ളുന്ന ചാരുസത്തേ ചിന്തയിൽ വാക്കിൽ പ്രവർത്തിയിലൊക്കെയും ചിന്തണേ നന്മതൻ തോ വെളിച്ചം സന്താപമെല്ലാം നിറഞ്ഞൊരൻ മാനസം സന്തോഷ സൗഖ്യങ്ങൾ സഞ്ചിതങ്ങൾ ലോകാ സമസ്താ സുഖിനോ ഭവന്തു ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ വിജ്ഞാനദീപം നിറകതിർത്തുകാൻ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. സ്വാഗതം പറയാന്നുള്ള മക്കളോട് പറഞ്ഞിട്ട് മക്കൾ പറഞ്ഞ അച്ഛൻ തന്നെ പറഞ്ഞാൽ അതിൽ ഞാൻ തന്നെ പറയുകയാണ്. സ്വാഗതം പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് സ്വാഗതമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം ഞാൻ പറയുന്ന ആഗ്രഹമുണ്ട്. മനസ്സ് അതിനുവേണ്ടി ഞാൻ തയ്യാറായിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് ഈശ്വരനോട് അമ്മയാണ് പറയുന്നത്. എൻ്റെ അമ്മയും അച്ഛനോട് ഓർക്കുന്നു. അതിനുശേഷം എൻ്റെ ഈശ്വരന്മാരോട് ഓർക്കുന്നു. അതിനുശേഷം എൻ്റെ അമ്മാവന്മാർ, എൻ്റെ കാരണവന്മാർ, എല്ലാറ്റിനും ഉപരി എന്നോടൊപ്പം എൻ്റെ കൂട്ടുകാരി, എൻ്റെ വൈഫ്, ഭാര്യ എന്ന് വെച്ചത് ആ വയസ്സുണ്ടായ കൂട്ടുകാരുമായിട്ടില്ല. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പറഞ്ഞിട്ടാണ്. അച്ഛൻ അത് മക്കളുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് അച്ഛൻ സന്തോഷമാണ് ഇതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ഒരു കാര്യം പറഞ്ഞ് അടുത്ത എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുന്നത്. ആദ്യമായിട്ട് സ്വാഗതം പറയുന്നത് അഞ്ഞപ്പറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പൗരൻ അല്ലെങ്കിൽ വനിത ആയിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് ശ്രീ വത്സലകുമാരി. അവർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് അടുത്ത രാജമ്പട്ട് വന്നു. സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത്. അടുത്തതായി അഞ്ഞപ്പറ കരയോളം പ്രസിഡന്റ് ശ്രീ ടി പി വേണു അവർക്ക് നേരത്തെ സ്വാഗതം പറയുന്നു. അതിനുശേഷം കരയോളം സെക്രട്ടറി അശോക് കുമാർ, വൈസ് പ്രസിഡന്റ് ശ്രീ കുഞ്ഞുകുട്ടൻ, അദ്ദേഹം മരണായി പോയി. അദ്ദേഹം ഇന്നലെ വന്നിരുന്നു. അദ്ദേഹത്തിന് ഭൂമിയിലും സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ട്രഷറർ ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിക്കുന്നു. ഇങ്ങനെ സ്വാഗതം പറയണമെന്നുള്ള എൻ്റെ നിർബന്ധങ്ങൾ മാത്രം, അല്ലെങ്കിൽ കാട്ടടിച്ച് വെടിവെക്കുന്ന സമ്പ്രദായം വേണ്ട. ഒന്നിച്ച് എല്ലാവർക്കും സ്വാഗതം പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ പറയണമെന്ന് താല്പര്യം തോന്നിക്കൊണ്ട് പറയുക. അടുത്തതായി 11 അംഗ കരയോൾ കമ്മിറ്റികളുടെ ഈ 11 അംഗങ്ങളെ ഞാൻ ഫോണിൽ വിളിച്ച് ഇത് ചെയ്തപ്പോൾ ചിലരൊന്നും എന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ 2 പേര് ഫോണിൽ കൂടെ പരിചയപ്പെട്ടപ്പോൾ ഇപ്പം മനസ്സിലായി വേണിച്ചേട്ടൻ അറിയത് പറഞ്ഞു. അതിൽ ഒന്ന് ശ്രീമതി മായ, പിന്നെ ഒരു മുരളി അറിയില്ലായിരുന്നു. അപ്പോൾ പങ്കെടുക്കാൻ പറഞ്ഞിരുന്നു, വന്ന് കാണുമെന്ന് അറിയില്ല. അവർക്കും സ്വാഗതം പറയുന്നു. അടുത്തതായി താലൂക്ക് യൂണിയൻ്റെ പ്രതിനിധികൾ ശ്രീമതി വിജയലക്ഷ്മി ടീച്ചർ, പിന്നെ ഉണ്ണികൃഷ്ണൻ, അവർക്കും സ്വാഗതം പറയുന്നു. വാർഡ് മെമ്പർ അശോക് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സരിതാസുരേ എത്തിക്കാണും വിചാരിക്കുന്നു. അവർക്ക് സ്വാഗതം പറയുന്നു. അടുത്തതായി സ്വാഗതം പറയുന്നത് എല്ലാവരുടെ പ്രതിനിധികളായ രാജ്യ അമ്പാട്ട് പ്രസിഡന്റ്, സെക്രട്ടറി ശശി മളതി, അതിൻ്റെ ട്രഷറർക്കും സ്വാഗതം പറയുന്നു. കൂടാതെ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് താവൂസ്, ചിലതൊന്നും ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ് നേരത്തെ സ്വാഗതം പറയുന്നത്. കൂടാതെ എനിക്ക് സ്വാഗതം പറയാനായിട്ട് എനിക്ക് എൻ്റെ ഫാമിലിക്ക് മാമ്പേരായ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട്. 10 നൂറ്റാണ്ട് അംഗങ്ങളുള്ള ട്രസ്റ്റാണത്. അതിൻ്റെ 30 വർഷമായിട്ട് ഞാൻ
അതിൻ്റെ ക്ഷേത്ര കാര്യങ്ങളും കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ക്ഷേത്രം വന്ന് ക്ഷണിക്കും, അറിഞ്ഞോ അറിയാതെയോ ക്ഷണിക്കാതെ വിട്ടുപോയി ക്ഷണിക്കണം. അതിൽ വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു എന്ന് പറയുന്നു. എൻ്റെ ഫ്രണ്ട്സ് കുറേ 3-4 പേരുള്ള എൻ്റെ കമ്പനിയിലുള്ള കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവർ എല്ലാവരും എത്തിയില്ല ഇതൊന്നും പ്രതീക്ഷിക്കുന്നു. അവർക്ക് ഓരോരുത്തർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അടുത്ത നടപടികളിലേക്ക് എന്താണ് പ്രവേശിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞുള്ളത്, ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, ഇങ്ങനെയുള്ള പരിപാടികളിൽ പ്രത്യേകിച്ച് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്ക് കെട്ടുക എന്നുള്ള ആ ഒരു രീതി വേണ്ട, എനിക്കത് താല്പര്യമില്ല, വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിള്ളേർ പറഞ്ഞു അച്ഛൻ്റെ ഇഷ്ടം അതാണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ സമ്പ്രദായം വേണ്ട. ചോക്ലേറ്റ് വെച്ച് ചെയ്യുന്നു, കേക്ക് കെട്ടി അല്ലാതെ ആയാലും എല്ലാവരും വെച്ച് കൊടുക്കുന്നത് ആൾക്കാർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേർ സമ്മതിച്ചു. അഭിപ്രായം ചോക്ലേറ്റ് വെച്ചിരിക്കുന്നു. അടുത്ത് എനിക്കൊന്നും വേറൊന്നും പറയില്ല. അടുത്തതായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്. പ്രിയപ്പെട്ട വാർഡ് മെമ്പർ, NSSൻ്റെ പ്രസിഡന്റ് ശ്രീ വേണിച്ചേട്ടൻ, മറ്റ് ഭാരവാഹികളെ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ വേണിച്ചേട്ടൻ, നമുക്കറിയാം ഇന്നിപ്പോൾ ശതാഭിഷേകം നടത്തുന്ന ഈ വേളയിൽ വേണിച്ചേട്ടൻ്റെ നമ്മൾക്കെല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിന്നിവിടെ നിൽക്കുന്നത്. കാരണം ഒരു ശതാഭിഷേകം നടത്താൻ എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ്. വേണിച്ചേട്ടനെ ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ ഇത്രയും നല്ല എല്ലാവരോട് പെരുമാറ്റമായാലും വേണിച്ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേണിച്ചേട്ട ഇനി എന്നോട് പറയേണ്ട ആവശ്യമില്ല, എങ്കിലും 35 കൊല്ലത്തോളം, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ പാതി ഭാഗവും ഇന്ത്യൻ ഓയിൽ കമ്പനിയിൽ ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയോടൊപ്പം സന്തോഷമായി കുടുംബാംഗങ്ങളുമൊത്ത് വളരെ സന്തോഷമായിരിക്കുന്ന ഈ വേളയിൽ ഈ 80ാം പിറന്നാൾ ശതാഭിഷേകം ആഘോഷിക്കുന്ന ഈ വേളയിൽ വേണിച്ചേട്ടൻ എന്നും ഇതേപോലെ കാണണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതേപോലെ തന്നെ എന്നും ഇതേപോലെ ദീർഘ ആയുസ്സും ആരോഗ്യവും കൂടി ഇരിക്കുവാനായിട്ട് വേണിച്ചേട്ടനെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വേണിച്ചേട്ടൻ്റെ ഈ ശതാഭിഷേക 80ാം പിറന്നാൾ ആഘോഷ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വരട്ടെ. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പ്രിയമുള്ളവര്, നമ്മുടെ ഈ ശതാഭിഷേക ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ കരയോഗത്തിന്റെ സെക്രട്ടറി അശോക് കുമാർ അടക്കമുള്ള കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ എല്ലാവരുടെ രാജു അമ്പാട്ട് അടക്കമുള്ള ഭാരവാഹികൾ, പ്രിയമുള്ള നമ്മുടെ വാർഡ് മെമ്പർ അശോക് കുമാർ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ ഈ ചടങ്ങിൽ നിൽക്കുന്നത്. വേണിച്ചേട്ടനെ സംബന്ധിച്ച് നമ്മുടെ മഞ്ഞപ്രയിൽ ആർക്കും രണ്ടഭിപ്രായമില്ലാത്ത മനുഷ്യനാണ്. എല്ലാവർക്കും അദ്ദേഹം സ്നേഹസമ്പന്നനുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ദുഃഖം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഈ 80ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഇല്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടമെന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു. എങ്കിലും മക്കളുടെ അവരുടെ എല്ലാം ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് 80ാം പിറന്നാൾ അവരെല്ലാം ഇന്നിവിടെ ആഘോഷിക്കുന്നത്. തീർച്ചയായും മഞ്ഞപ്രായ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തില് വേണിച്ചേട്ടനെ സംബന്ധിച്ച് എല്ലാവർക്കും സുപരിചിതരാണ്. കരയോഗത്തിന് മാത്രമല്ല, കരയോഗത്തിലെ അദ്ദേഹം നന്നായി നമ്മുടെ കരയോഗത്തെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് പറയുകയും ആ നന്നായി നമ്മുടെ കുടുംബ യൂണിറ്റുകളും കരയോഗമൊക്കെ നന്നായി പോകുമ്പോൾ എപ്പോഴും ആ കരയോഗത്തിന്റെ പിന്നിൽ ആത്മാർത്ഥതയോടെ സത്യസന്ധയോടെ നിൽക്കാനും അദ്ദേഹം
ഇപ്പോഴും ആത്മാർത്ഥത കാണിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ 80-ാം പിറന്നാൾ ശതാഭിഷേകം നല്ല പ്രവൃത്തിയുടെ കൂടെ അദ്ദേഹം നിൽക്കുന്നയാളാണ്. നല്ല മനുഷ്യരായി സമൂഹത്തിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനോടൊക്കെ എപ്പോഴും വളരെ സ്നേഹത്തോടെ നല്ല വാക്ക് പറഞ്ഞ് നന്നായി നമുക്ക് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ഉപദേശിക്കാറുണ്ട്. കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഈ 80-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ മഞ്ഞപ്ര NSS കരയോഗത്തിന്റെ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് ദീർഘായുസ്സം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേണിച്ചേട്ടൻ വളരെ മൃദുഭാഷിയും വളരെ സത്യസന്ധതയോടുകൂടി കരയോഗ കാര്യങ്ങളിൽ വന്ന് പ്രവർത്തിക്കുകയും കരയോഗത്തിന് പറഞ്ഞ മാതിരി പ്രസിഡന്റ് പറഞ്ഞ മാതിരി ഉപദേശങ്ങളെല്ലാം നൽകുകയും ആവശ്യമുള്ള കാര്യങ്ങൾ കുറവുകൾ അല്ലെങ്കിൽ അപരിഹാര്യമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണിച്ചേട്ടൻ്റെ ഉപദേശം ഉണ്ടാവാറുണ്ട്. 80-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ കരയോഗത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ എല്ലാ ആശംസകളും നേരുന്നു. അശീതി എന്നാണ് ഈ വർഷത്തിന് പറയാ. ശതാഭിഷേകം എന്ന് പറയുന്നത് 84 വർഷമാണ്. ഇത് അശീതി എന്നാണ് പറയാ. അശീതി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഓം ശതം ജീവ ശരദോ വർദ്ധമാന ശതം ഹേമന്താൻ ശതമോ വസന്താൻ ശതം ഇന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതേ ശതായുഷാഹ വിഷേമം പുനർധൂ. സഹസ്ര വർഷമായ 100 വർഷം തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ 80-ാം പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ വേണിച്ചേട്ടന് എല്ലാവർക്കുള്ള ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. വേണിച്ചേട്ടനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും ഒരു കാരണവരായി നിന്ന് ഏത് സമയങ്ങളിലും ആവശ്യമായ ഉപദേശങ്ങളെല്ലാം നൽകി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആളാണ് വേണിച്ചേട്ടൻ. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ മെമ്പറായിരുന്ന കാലഘട്ടത്തിലൊക്കെ ആടിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ തരാൻ വേണിച്ചേട്ടൻ ഫോണിലൂടെ ആയാലും നേരി കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു. ഗ്രാമസഭയിലടക്കം വന്ന് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരാൻ വേണിച്ചേട്ടൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. എല്ലാ കുടുംബാംഗങ്ങളുടെ പേരിൽ വേണിച്ചേട്ടന് ഈ അവസരത്തിൽ ആശംസകൾ നേരുന്നു. വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേണിച്ചേട്ടൻ മുൻപന്തിൽ വന്ന് എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശങ്ങളും സഹകരണങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവാറുണ്ട്. ഇനി അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. നമസ്കാരം. വേണിച്ചേട്ടനോടുള്ള ആദരവ്, ആ ബഹുമാനം ഞാൻ പ്രകടിപ്പിക്കുന്നു. ജന്മദിനാഘോഷത്തിന് ഒരിക്കലും കേക്ക് മുറിച്ച് ആഘോഷിക്കേണ്ട ആവശ്യമില്ല. അതിനു പകരം ഒരു നിലവിളക്ക് കൊളുത്തി ആഘോഷിച്ചതിനോട് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി ആ തീരുമാനത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് വേണിച്ചേട്ടന് ഒത്തിരിയേറെ നന്ദി ആ കാര്യത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് 80-ാം വർഷം ആഘോഷിക്കുന്ന ശ്രീ വേണിച്ചേട്ടന് എല്ലാവിധ ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ എൻ്റെ ആശംസകളും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. വിനായക യൂണിറ്റിൻ്റെ എല്ലാ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ അഭിപ്രായം പറയും. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്നു. ഇത്രയും സൽസ്വഭാവിയും നല്ല രീതിയിലുള്ള പ്രവർത്തനവും കാഴ്ചവെക്കുന്ന വേണിച്ചേട്ടന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആകമഴിഞ്ഞ സ്നേഹാദരങ്ങളും ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യങ്ങളോട് കാര്യം ചോദിക്കും. എല്ലാ അസോസിയേഷൻ്റെ ആയാലും NSൻ്റെ ആയാലും പടയായിട്ടുള്ള കാര്യങ്ങളിലായാലും പുള്ളി നമ്മൾ ചോദിക്കാറുണ്ട്. എല്ലാത്തിനും ഞാൻ പുള്ളിയോട് പുള്ളിയുടെ 80-ാം പിറന്നാൾ 37 വർഷത്തോളം
IOCയിൽ ഓപ്പറേഷൻ സെക്ഷനിൽ ജോലി ചെയ്ത് 60 വയസ്സിൽ റിട്ടയർ ചെയ്ത് 20 കൊല്ലം സമയം നയിക്കുന്ന വേണിച്ചേട്ടന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ അസോസിയേഷൻ്റെയും പേരിൽ ഞാൻ ആശംസ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. തന്നെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. വേണിച്ചേട്ടനെ ഞാൻ വളരെ ചെറുപ്പത്തിലേ തന്നെ എൻ്റെ അയൽവശത്താണ് വേണിച്ചേട്ടൻ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിളക്ക് കത്തിച്ച് അത് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമായി. എല്ലാ ആശംസകളും നേരുന്നു. ഇപ്പോൾ വേണിച്ചേട്ടൻ്റെ 80ാം പിറന്നാളാണ്. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും വേണിച്ചേട്ടന് നേരുന്നു. ഇനിയും ഒരു കുറേ വർഷങ്ങൾ ഇങ്ങനെ ആരോഗ്യത്തോടു കൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വേണിച്ചേട്ടൻ വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങൾക്കെല്ലാം ഒരു ഉപദേശകൻ കൂടിയായിരുന്നു. ഇപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ റിട്ടയർഡ് ലൈഫ് വളരെ സന്തോഷകരമായിട്ട് നിറവേറപ്പെടട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ പേരിലും വേണിച്ചേട്ടന് 80ാം ജന്മദിനാശംസകൾ നേരുകയാണ്. എനിക്കൊരു 10 വർഷത്തെ പരിചയമുള്ള വേണിച്ചേട്ടനായിട്ട് വന്ന കാലം മുതൽ ഇത്രയും നല്ല സൗഹൃദവും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ LRI കമ്മിറ്റിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ഞങ്ങളോട് കൂടെ സഹകരിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട വേണിച്ചേട്ടന് 80ാം പിറന്നാൾ ആശംസകൾ നേരുന്നു.
ശരിക്കും പറഞ്ഞാൽ ഒരു മുൻകൂർ ജാമ്യം എന്ന് പറയുന്ന മാതിരി ഭക്ഷണം കഴിഞ്ഞ് പോകുമ്പോൾ ഓരോരുത്തരിന് കഴിഞ്ഞവരും എല്ലാവരും പോകും. എന്തായാലും എൻ്റെ മക്കൾ ഈ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞ മാതിരി അതുകൊണ്ടാണ് എൻ്റെ കഴിഞ്ഞതിന് ജാമ്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നന്ദി എല്ലാവർക്കും നന്ദി പങ്കെടുത്തു.
നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട വേണിച്ചേട്ടൻ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും അയൽവക്കം, ചെറിയ പ്രായത്തിലെ മുതൽ എനിക്ക് മാതൃകയാക്കാവുന്ന ഒരു കുടുംബത്തിലെ അംഗം. കണ്ടു വളർന്ന സാഹചര്യത്തിലൊക്കെ എപ്പോഴും ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ TV കാണാനായിട്ട് എന്നും ഓടി ചെന്നിരുന്ന ഒരു വീട്. ചേച്ചിയും വേണിച്ചേട്ടനും ടുട്ടും ചേച്ചിയൊക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിൽ ഒരു മാതൃകാ കുടുംബം എന്ന് തന്നെ നമ്മളെ എപ്പോഴും വിശേഷിപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. ചേച്ചിയാണെങ്കിൽ വളരെ ഒരു കുടുംബിനിയായിട്ട് ഒരു കുടുംബത്തെ, ഒരു ഭർത്താവിനെ, ഒരു മക്കളെ എല്ലാം എങ്ങനെ പരിപാലിക്കണമെന്ന് നമ്മളെല്ലാം ഓർമ്മിപ്പിച്ചു പോയ ഒരമ്മ. എന്തായാലും ചേച്ചി ഇല്ലെങ്കിലും വേണിച്ചേട്ടൻ്റെ ഈ 80ാം പിറന്നാൾ ആഘോഷിക്കാൻ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എല്ലാവരെയും വിളിച്ച് വളരെ സന്തോഷത്തോടെ ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ മക്കൾക്ക് എല്ലാവിധ ഈശ്വരൻ്റെ അനുഗ്രഹവും ആദ്യമേ തന്നെ ഞാൻ നേരുകയാണ്. വേണിച്ചേട്ടൻ എപ്പോഴും സമൂഹത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ഗ്രാമസഭയിലായാലും അതുപോലെ തന്നെ ഒരു പൊതുസമൂഹത്തിൽ ഇടപെടേണ്ട വിഷയങ്ങളിലും വേണിച്ചേട്ടൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ആളാണ്. ഇനിയും കൂടുതൽ കാലം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിൽ വേണിച്ചേട്ടൻ്റെ ജീവിതം നല്ല രീതിയിൽ ഇനിയും വർഷങ്ങളോളം വേണിച്ചേട്ടൻ ജീവിക്കാനായിട്ട് ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇതിലൂടെ 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേണിച്ചേട്ടന് എല്ലാവിധ ആശംസകളും നൽകുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഈ 80 വയസ്സ് വരെ നമ്മൾ നല്ല രീതിയിൽ യാതൊരുവിധ ദുഷ്പ്രയോഗങ്ങൾ കേൾപ്പിക്കാതെ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് വലിയൊരു അനുഗ്രഹമാണ്. അത് വേണിച്ചേട്ടന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ എവിടെ വെച്ച് കണ്ടാലും സൗമ്യമായി നമ്മളോട് സംസാരിക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടനെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തുടർന്നും വരും വർഷങ്ങളിലും ഇനിയും ഒത്തിരി ആയുസ് നല്ല രീതിയിൽ പോകാൻ ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തും.